സ്വയം ദാനത്തിലൂടെ സ്നേഹം ഫലം പുറപ്പെടുവിക്കുന്നു. ലിയോ പാപ്പ. ഈശോയെ അനുഗമിക്കുന്നതിൻ്റെയും ഈശോയുടെ രാജ്യത്തിന് സാക്ഷികളാകുന്നതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചുള്ള ഉത്ബോധനത്തിൽ അവ വെറും ബാഹ്യമായ അനുഷ്ഠാനമോ പ്രവൃത്തിയോ മാത്രമല്ല എന്നും ഈശോയുമായുള്ള സ്നേഹബന്ധത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായ സമർപ്പണമാണ് ഏറ്റവും അടിസ്ഥാനപരമെന്ന് ലിയോ പാപ്പ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗം വിശദീകരിച്ചുകൊണ്ട് 2006 ജൂൺ 28 നൽകിയ സന്ദേശത്തിൽ പഠിപ്പിച്ചു. പാപ്പ പറയുന്നത് സ്നേഹത്തിന് ഫലം പുറപ്പെടുവിക്കാൻ താഴെ പറയുന്ന 3 കാര്യങ്ങൾ ആവശ്യമാണെന്നാണ്. 1. ചില കാര്യങ്ങളിൽ നിന്നുമുള്ള അകലം പാലിക്കൽ. 2. ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തൽ. 3. ചില കാര്യങ്ങളുടെ സ്വീകരണം. 1. ചില കാര്യങ്ങളിൽ നിന്നുമുള്ള അകലം പാലിക്കൽ അഥവാ വേർപിരിയൽ. ഈശോ പറയുന്നു, തൻ്റെ പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ മകനെയോ മകളെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഈശോ തൻ്റെ അപ്പസ്തലന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി അയക്കുമ്പോൾ അവരുടെ ഹൃദയം യാതൊരു ബന്ധനത്താലും ബന്ധിക്കപ്പെടാതെ ദൈവഹിതത്തോട് പൂർണ്ണമായി ചേർന്നിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കാരണം മനുഷ്യജീവിതത്തിലെ ഏറ്റവും ആഴമുള്ള സ്നേഹബന്ധങ്ങൾ പോലും അവയുടെ യഥാർത്ഥ സൗന്ദര്യവും പൂർണ്ണതയും കണ്ടെത്തുന്നത് ഈശോ മിശിഹ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്ന ദൈവസ്നേഹത്തിലൂടെയാണ്. ദാമ്പത്യ ജീവിതം ഇതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ് എന്നാണ് പാപ്പ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ ഭവനം വിട്ടു പോകുക എന്നത് അവരെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് പുതിയൊരു വിശുദ്ധ സ്നേഹബന്ധത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പ്രവേശിക്കാനുള്ള ആത്മീയ ആഹ്വാനമാണ്. അതുപോലെ തന്നെ മക്കളോടുള്ള സ്നേഹം അവരെ എന്നും നമ്മോട് ചേർത്ത് നിർത്തുന്നതിലല്ല, മറിച്ച് സ്വന്തം കാര്യം ഉറച്ചു നിൽക്കാനും ദൈവം ഒരുക്കിയ വഴിയിലൂടെ ധൈര്യത്തോടെ മുന്നേറാനും അവരെ പ്രാപ്തരാക്കുന്നതിലൂടെയാണ് അതിൻ്റെ പക്വത വെളിപ്പെടുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും ദൈവം ഒരുക്കിയ സന്തോഷവും കണ്ടെത്തുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന വിശുദ്ധവും മനോഹരവുമായ ചിന്തകൾ ലിയോ പാപ്പ ഉദ്ധരിച്ച് പറയുന്നു. സ്നേഹിക്കുന്ന ഒന്നിൽ നിന്നുള്ള വേർപിരിയൽ വേദനാജനകമാണ്. കൃഷിക്കാരൻ താൻ വിതയ്ക്കുന്ന വിത്തിനെ താൽക്കാലികമായി നഷ്ടപ്പെടുത്തുന്നു. വിത്ത് മണ്ണിൽ നഷ്ടപ്പെടുമ്പോൾ അത് പുതിയ ജീവൻ സ്വീകരിച്ച് തളിർക്കുകയും സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവസ്നേഹത്തിൽ നാം ചെയ്യുന്ന ഓരോ ത്യാഗവും ഓരോ വിട്ടുകൊടുക്കലും ഒരിക്കലും നഷ്ടമാകുന്നില്ല. അവ ദൈവത്തിൻ്റെ കൃപയാൽ പുതിയ ജീവനായി സമർത്ഥമായ ഫലമായി നിത്യാനന്ദത്തിലേക്കുള്ള അനുഗ്രഹമായി വിരിയുന്നു. 2. ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തൽ. ലിയോ പാപ്പ പറയുന്നത് എന്തെങ്കിലും കൈവശം വയ്ക്കാനും സ്വന്തമാക്കാനും ആഗ്രഹിക്കുകയും നഷ്ടപ്പെടുന്നത് ഒരു ബലഹീനതയായും കരുതുന്ന ഈ ലോകത്ത് ഇത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും എന്നാണ്. പാപ്പ തുടർന്ന് പറയുന്നത് സ്നേഹം ഫലം പുറപ്പെടുവിക്കുന്നത് സ്വയം ദാനം ചെയ്യുന്നതിലൂടെയാണ് എന്നാണ്. മറ്റൊരാൾക്ക് ഇടം നൽകാൻ, നമ്മുടെ അഹന്തയെ അല്പമെങ്കിലും വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകുമ്പോൾ, ഒരു സുഹൃത്തിനെ കേൾക്കാൻ സമയം കണ്ടെത്തുമ്പോൾ, പ്രയാസം അനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കാൻ നമ്മുടെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഫലദായകത പ്രകടമാകുന്നു. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും എന്നാണ് വചനം നമ്മോട് പറയുന്നത്. അത് ഒരുപക്ഷെ ലൗകികമായ സന്തോഷത്തിലേക്ക് തുറക്കപ്പെടുന്നില്ല. അതിനാണ് കുരിശ് വഹിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. കുരിശിലൂടെ ഈശോ തന്നെ സമർപ്പിച്ചു.
അത് നമ്മെ നിത്യജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിച്ചു. പാപ്പ പറയുന്നത് പോലെ നമ്മളും സമർപ്പണത്തിൻ്റെ ശൈലിയിൽ ജീവിച്ചാൽ നമ്മുടെ ബന്ധങ്ങളിൽ നവജീവൻ നൽകാൻ നമുക്ക് സാധിക്കും. 3. ചില കാര്യങ്ങളുടെ സ്വീകരണം. ലിയോ പാപ്പായുടെ വീക്ഷണമനുസരിച്ച് സ്നേഹമെന്നത് പ്രായോഗിക പ്രവൃത്തികളിലും തീരുമാനങ്ങളിലുമാണ് പ്രകടമാകുന്നത്. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് പോലുള്ള ചെറിയ ദൈനംദിന പ്രവൃത്തികളിലൂടെയാണത് നടപ്പിലാകുക. ശിഷ്യന്മാരെ അയക്കുമ്പോൾ യാതൊരു മുൻകരുതലുകളും വേണ്ട എന്ന് പറയുന്ന ഈശോ അവർ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്വീകരണ രീതിയെ ഈശോയുടെ ശിഷ്യർക്ക് അവർ പോകുന്നിടത്ത് കണ്ടുമുട്ടുന്നവരിൽ ഒരു സ്വീകരണ മനസ്സ് ഉണർത്താൻ കഴിയൂ. മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണിവിടെ ഈശോ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെയുള്ള മറ്റൊരു സത്യം, ഈശോയുടെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുന്നതിലൂടെ ഈശോയെയും അവനെ അയച്ച പിതാവിനെയുമാണ് ഓരോ വ്യക്തിയും സ്വീകരിക്കുന്നത്. അതായത് കർത്താവിനോടുള്ള സ്നേഹം എപ്പോഴും മറ്റുള്ള സഹോദരങ്ങളെ സ്വീകരിക്കുന്നതിലൂടെ പ്രാവർത്തികമാകുന്നു എന്ന് പാപ്പ ഉത്ബോധിപ്പിക്കുന്നു. ഉപസംഹാരം. സ്നേഹമെന്നത് ചില കാര്യങ്ങളിൽ നിന്നുമുള്ള അകലം പാലിക്കലും ചില കാര്യങ്ങളുടെ നഷ്ടപ്പെടുത്തലും ചില കാര്യങ്ങളുടെ സ്വീകരണവുമാണ് എന്ന് പറയുമ്പോൾ ഈ 3 വിധത്തിലും സ്വജീവിതത്തിലൂടെ മാതൃക നൽകിയവളാണ് പരിശുദ്ധ അമ്മ. തൻ്റെ പ്രിയപുത്രനെ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ദൈവഹിതത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവനെ സ്നേഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഈശോയുടെ സ്നേഹത്തിന് വിനീതരും സന്തോഷപൂർണരുമായ സാക്ഷികളായി ജീവിക്കാൻ പരിശുദ്ധ മറിയം നമ്മെ സഹായിക്കുകയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ. നന്ദി.